ഇത് നമുക്കൊരു ദോശപ്പൊടി പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ആ ദോശപ്പൊടിക്ക് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. ആദ്യം അധികം ശരിയായിട്ട് വേണ്ടത് ഉഴുന്നും പരിപ്പാണ്. ആ ഉഴുന്നും പരിപ്പിലേക്ക് നമ്മൾ കുറച്ച് എരിവ് എല്ലാം മണം വിചാരിച്ചിട്ട് വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിന് ഏകദേശം ക്വാണ്ടിറ്റി അതേ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കുറച്ച് അരിയും കുറച്ച് ചെറുപയർ പരിപ്പും, ചിലർ മുതിര ചേർക്കുന്നുണ്ട്, ചിലർ ചെറുപയർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് മിക്സ് ആയിട്ട് ഇത്തിരി പൾസസ് ചേർക്കാം. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരുന്നത് ഇതാണ് ഞങ്ങളുടെ വാഴയുടെ ടേസ്റ്റ്, അതുകൊണ്ട് ഇത് ചേർക്കുന്നു. അപ്പോൾ ഇതിൽ വേണ്ടത് നിങ്ങൾക്ക് മുതിര എന്താ പിടിച്ചാൽ ചേർക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് കൂടുതൽ വരുന്നത് ഒരു കായം കൂടി നമ്മൾ ചേർക്കും. ഇതൊന്ന് വറുത്തെടുത്തിട്ട് നമ്മൾ പൊടിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതിൽ നമ്മൾ ആ ചെറുപയർ പരിപ്പും ഉഴുന്നും പരിപ്പും മുളകും കൂടിയിട്ട് വറ്റൽമുളകും കൂടി ചേർത്ത് ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചുവന്ന കളർ വരുന്നവരെ വറുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കിത് അരിപ്പൊടി വറുത്തെടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടുള്ള ഉഴുന്ന് വറുത്തതല്ലേ, അതിൽ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചൂടും കൂടി എല്ലാം നിൽക്കും. അതേപോലെ അരി നമ്മളിതാ ചുവന്ന കളറിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഇതൊക്കെ കൂടിയിട്ട് മിക്സായി നമ്മളൊന്ന് പൊടിച്ചാൽ മതി. അപ്പോൾ ദോശപ്പൊടി റെഡിയാണ്. ഇപ്പോൾ പൊടിച്ചിട്ടുണ്ട്. നമ്മൾ പൊടിച്ചെടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉപ്പിടുന്ന കണ്ടില്ലല്ലോ ചേച്ചി എന്നുള്ള കമൻറ്റൊക്കെ വരും. അപ്പോൾ അതിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ടേസ്റ്റ് അനുസരിച്ച് അത്ര ഉപ്പിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമ്മൾ ഇതിപ്പോൾ ശരിയായിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ കഴിക്കുന്ന സമയത്തില്ലേ ഒരു സ്പൂൺ എടുത്തിട്ട് എണ്ണ ചാലിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ഇങ്ങനെ പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അണ്ണാക്കിലൊക്കെ പോയി വല്ലാതെ ചുമയൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരി കഴിക്കരുത് ആരും. ഇത് നമുക്കൊരു പ്ലേറ്റിൽ എണ്ണ ചാലിച്ച് ഞാൻ കാണിക്കാം കേട്ടോ. ദോശപ്പൊടി നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചാലിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അത് നമുക്ക് അണ്ണാക്കിലെ പൊട്ടി പിടിച്ച് പ്രശ്നമാകും. ഈ ചാലിച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ ദോശ കഴിക്കുകയാണെങ്കിൽ സാമ്പാറിൻ്റെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ഒക്കെ നമ്മൾ പൊടി സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ദോശയും പൊടി മാത്രം കഴിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഒന്ന് ദോശപ്പൊടി വെച്ചിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ദോശപ്പൊടി റെഡി. ഇതങ്ങനെയാണ് ദോശപ്പൊടിയുടെ എല്ലാ ടെക്നിക്കും ഇതാണ് കേട്ടോ. നമ്മളെ ദോശപ്പൊടി ഇതാണ്. ഇത് നമ്മളിന്ന് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് നമ്മൾ കുറച്ച് ദോശപ്പൊടി, ഒരു ദോശ നല്ലൊരു കനം കുറഞ്ഞ ദോശയാണ്. അത് അതിൻ്റെ കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാണ് നമ്മളെ ദോശപ്പൊടിയുടെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ വരുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് രാവിലെ നല്ല ആസ്വദിച്ച് വായിലിട്ടാൽ മതി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ദോശപ്പൊടിക്ക്. അപ്പോൾ പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, അത് ഷെയറും ചെയ്യണം, നല്ല പ്രൊമോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഡേ.